എല്ലാവർക്കും സ്വാഗതം യൂണിക്കോൺ ഏജ് സീരീസിലേക്ക്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫിംഗർ പ്രിൻറ്റ് സെർച്ചറിലെ 10 സീരീസ് ക്വസ്റ്റ്യൻ്റെ പാർട്ട് 5 ആണ്. സോ ഇന്ന് നമ്മൾ ന്യൂക്ലിയയെ ബേസ് ചെയ്തിട്ടുള്ള 10 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. റേഷ്യോ ഓഫ് ദി റേഡിയൈ ഓഫ് ദി ന്യൂക്ലിയസ് വിത്ത് മാസ് നമ്പേഴ്സ് 8 and 27 വുഡ് ബി. നമ്മളോട് റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്, റേഡിയസിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. മാസ് നമ്പേഴ്സ് 8 and 27 തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് എ 27/8, ബി 8/27, സി 2/3 ആൻഡ് ഡി 3/2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്കറിയാവുന്ന ഒരു ഫാക്റ്റ്, നമ്മുടെ റേഡിയൈ അതുപോലെ തന്നെ മാസ് നമ്പറും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാവുന്നത് R is proportional to A⁻⁴ എന്നുള്ള ഒരു ഇക്വേഷനാണ് നമുക്കറിയാവുന്നത്. സോ ഇവിടെ മാസ് നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, നമ്മളോട് റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. മാസ് നമ്പർ 8ഉം 27ഉം ആയിട്ടുള്ള ന്യൂക്ലിയയുടെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഇതിൻ്റെ ക്യൂബ് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സോ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന മാസ് നമ്പർ A⁻⁴ എന്നുള്ള ഫോമിൽ നമുക്ക് മാറ്റി എഴുതേണ്ടതുണ്ട്. സോ നമുക്ക് 8ന് 2�3 എന്നും 27ന് നമുക്ക് 3�3 എന്നും എഴുതാം. സോ അതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് 2/3 എന്ന് ആൻസർ വരും. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. സോ ക്വസ്റ്റ്യൻ, റേഷ്യോ ഓഫ് ദി റേഡിയൈ ഓഫ് ദി ന്യൂക്ലിയൈ വിത്ത് മാസ് നമ്പർ 8 and 27 വുഡ് ബി 2/3. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഇപ്പോൾ എല്ലാവരും കേരള PSCയുടെ പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്നറിയാം. ഡിഗ്രി ബേസ് ചെയ്തിട്ടുള്ള പ്രിലിംസിൻ്റെ പ്രിപ്പറേഷൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അൺഅക്കാദമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ അവരൊരു ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് ദൗത്യം എന്നാണ്. 60 days ബാച്ച് കോഴ്സാണ്. അത് 24th അവർ സ്റ്റാർട്ട് ചെയ്തത്. സോ നിങ്ങൾ ആ ബാച്ച് കോഴ്സിൽ ജോയിൻ ചെയ്യാം. അതിൽ ഡിഫറെൻറ്റ് ടെസ്റ്റ് സീരീസ് ഉണ്ട്. അതുപോലെ തന്നെ നേരത്തെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ദിശ എന്നുള്ള കോഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ സീരീസ് അവർ ഉണ്ട്. അതുപോലെ തന്നെ ജേതാവ് എന്നുള്ള T20 സീരീസ് ഉണ്ട്. ഫ്രീ ചാമ്പ്യൻഷിപ്പ് ടെസ്റ്റ് ഉണ്ട്. ഇതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ഒരുപാട് പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷനിലേക്ക് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവർ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അൺഅക്കാദമി തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മെയിലുള്ള എക്സാമിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൂടാതെ ഇപ്പോൾ അൺഅക്കാദമിയിൽ ഫ്രീ ആയിട്ട് ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. 27th രാത്രി 8 മണിക്ക് എൻ്റെ ഒരു ലൈവ് ക്ലാസ് ഉണ്ട്. അത് ഫിസിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷനുമാണ്. സോ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക. രാത്രി 8 മണിക്കാണ്. സോ ലൈവ് ക്ലാസ് ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു കോഡ് യൂസ് ചെയ്യേണ്ടി വരും. അതിന് യൂണിക്കോൺ എജു സീരീസിലുള്ള കോഡ് യൂസ് ചെയ്യുക. നിങ്ങൾ പ്ലസ് ഫീച്ചേഴ്സ്, അൺഅക്കാദമിയുടെ പ്ലസ് ഫീച്ചേഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റാണ് അൺഅക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് റെഗുലർ ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ അതിലുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സുമായിട്ട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. വീക്ക്ലി ഫ്രീ മോക്ക് ടെസ്റ്റ് ഉണ്ട്. അതുപോലെ അവർ കംപ്ലീറ്റ് ആയിട്ട് സിലബസ് കവറേജ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങളെല്ലാവരും പ്ലസ് ഫീച്ചേഴ്സ് യൂസ് ചെയ്യുക, പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഡിഗ്രി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന് പ്രിലിംസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. സോ നിങ്ങൾ പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 10% ഓഫർ ഉണ്ട്. സോ പ്ലാൻ സെലക്ട് ചെയ്യുക. 1 month, 3 month, 6 month അങ്ങനെ പോകുന്ന കുറേ പ്ലാൻസ് അൺഅക്കാദമിയിലുണ്ട്. നിങ്ങളുടെ പ്ലാൻ സെലക്ട് ചെയ്യുക. 10% ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ട് യൂണിക്കോൺ എജു സീരീസ് എന്നുള്ള കോഡ് യൂസ് ചെയ്യുക. എന്നിട്ട് 10% ഡിസ്കൗണ്ടിൽ പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് എക്സാമിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. A radioactive nucleus emits a beta particle. The parent and the daughter nuclei are. റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസിൻ്റെയും അല്ലെങ്കിൽ ബീറ്റ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന് എന്താണ് സംഭവിക്കുന്നത്, അതും പാരന്റ് ന്യൂക്ലിയും ഡോട്ടർ ന്യൂക്ലിയുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും വരിക എന്നുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഐസോബാർ ആണ്. അപ്പം ഇതിൽ നമുക്ക് പറയാനുള്ളത് ഐസോടോപ്സ് എന്ന് പറയുമ്പം ഒരേ അറ്റോമിക് നമ്പർ വരുന്ന ന്യൂക്ലിയൈ ആയിട്ടാണ്. അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, അതുപോലെ മാസ് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. ഐസോട്ടോൺസ് എന്ന് പറയുമ്പം ന്യൂട്രോൺ നമ്പർ സെയിം ആയിരിക്കും. ഐസോമേഴ്സ് എന്ന് പറയുമ്പോൾ ഐസോമേഴ്സ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് പറയുന്നതാണ്. നമ്പർ പ്രോട്ടോൺ നമ്പർ ന്യൂട്രോൺ നമ്പറിനെ ബേസ് ചെയ്ത് പറയുന്നതല്ല, സ്ട്രക്ചർ സെയിം ആയി വരുന്നതാണ്
സ്ട്രക്ചർ ഡിഫറെൻ്റ് ആയിട്ടും അതുപോലെ ഫോമുല സെയിം ആയിട്ടും വരുന്ന ഇതാണ് നമ്മൾ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ഐസോബാർസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മാസ് നമ്പർ സെയിം ആയിട്ട് വരുന്ന ന്യൂക്ലിയൈ ആണ് നമ്മൾ ഐസോബാർസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ബീറ്റ പാർട്ടിക്കിളാണ് ഇമിറ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായും നമ്മുടെ പാരൻ്റ് ആൻഡ് ഡോട്ടർ ന്യൂക്ലിയയുടെ ആറ്റോമിക് മാസ് നമ്പർ സെയിം ആയിരിക്കും. പക്ഷേ മാസ് നമ്പർ സെയിം ആണെങ്കിലും അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. സോ ആൻസർ ഐസോബാർസ് എന്നാണ് വരിക. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസോബാറിന് അറ്റോമിക് മാസ് നമ്പർ സെയിം ആയിരിക്കും, പക്ഷേ അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ ഹാഫ് ലൈഫ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഈസ് 30 days. വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ടു ഡിസിൻറ്റഗ്രേറ്റ് ടു 3/4 ഓഫ് ഇറ്റ്സ് ഒറിജിനൽ മാസ്? സോ ഇത്തരം ക്വസ്റ്റ്യൻ ഹാഫ് ലൈഫിനെ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഇത്തരം ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ ആദ്യം കൃത്യമായി ക്വസ്റ്റ്യൻ വായിച്ചു വെക്കുക. എന്താണ് അവർ ഉദ്ദേശിച്ചതെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആൻസർ രേഖപ്പെടുത്തുക. സോ ഇവിടെ തന്നിരിക്കുന്നത് ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട്, 30 days ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 3/4, അതായത് ഒറിജിനൽ ആയിട്ടുള്ള സാധനത്തിൻ്റെ 1/4 ഭാഗം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയാൻ എത്ര സമയമാണ് വേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മുടെ കയ്യിലൊരു കേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ കേക്കിനെ 4ആയിട്ട് കട്ട് ചെയ്യുക. 4ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ 3 പോർഷൻ 4ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ 3 പോർഷൻ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു പോർഷൻ ഈക്വൽ ആയിട്ടുള്ള ഒരു പോർഷൻ അവിടെ ബാക്കിയാവും. സോ ആ 3 പോർഷൻ പോയി കഴിഞ്ഞാൽ ബാക്കി ആവാൻ, അതായത് 1/4 എന്നുള്ള കണ്ടീഷനിൽ വരാൻ എത്ര സമയം എടുക്കുമെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ സബ്സ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിൻറ്റഗ്രേറ്റ് പോയി കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള കണ്ടന്റ് എത്രയാണ്, അല്ലെങ്കിൽ എത്രയാണ് ആ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ബാക്കിയുള്ളത് എന്നുള്ളത് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം അതിൻ്റെ ടൈം കണ്ടുപിടിക്കാം. സോ ഇവിടെ നമ്മൾ തന്നിരിക്കുന്നത് ഒരു സബ്സ്റ്റൻസ് അതിൻ്റെ നേർപകുതിയാകാൻ 30 ദിവസം എടുക്കുന്നു. സോ 30 ദിവസം എടുക്കുന്നു ആ പകുതി ആവാൻ വേണ്ടിയിട്ട്. വീണ്ടും അതൊരു പകുതി ആവാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു 30 ദിവസം എടുക്കും. സോ നമ്മൾക്ക് ഇവിടെ തന്നിരിക്കുന്നത് 1/4 ബാക്കിയാവുന്ന രീതിയിൽ ടൈം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 3/4 ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോവാൻ, അതായത് 3/4 ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ ബാക്കിയാവുന്നത് 1/4 ആണ്. സോ 1/4 ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര സമയം വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1/2 30 days ആണ് തന്നിട്ടുണ്ട്. സോ 1/4 എന്ന് പറയുന്നത് വീണ്ടും ഒരു 30 days കൂടി എടുക്കും, 60. അത് വീണ്ടും പകുതിയാവാൻ 1/8 പോർഷൻ ആവാൻ വേണ്ടിയിട്ട് ഒരു 30 days കൂടി എടുക്കും. സോ അതിന് 90 days എന്നാണ് വരിക. സോ നമ്മൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 1/4 ആവാൻ വേണ്ട സമയമാണ്. അത് ആൻസർ ഓപ്ഷൻ സി 60 days ആണ്. So next question, the number of beta particles emitted by a radioactive substance is twice the number of alpha particle emitted by it. The resultant daughter is an. So question കൃത്യമായി തന്നിട്ടുണ്ട് ബീറ്റ പാർട്ടിക്കിൾ എമിറ്റഡ് ബൈ എ റേഡിയോആക്റ്റീവ് സബ്സ്റ്റൻസ് ട്വൈസ് ദ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ ആണ്, 2 ആൽഫ പാർട്ടിക്കിൾ ആണ് എമിറ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ റിസൾട്ടിങ് ഡോട്ടർ ഈസ് ആൻ എങ്ങനെയുള്ളതായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടുത്തെ ആൻസർ ഐസോടോപ്പ് ഓഫ് ദി പാരന്റ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ എമിറ്റ് ചെയ്യുന്നത് 2 ആൽഫ പാർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ ഐസോടോപ്പ് പാരന്റ് ഡോട്ടർ എന്ന് പറയുന്നത് അതിൻ്റെ പാരന്റിൻ്റെ ഐസോടോപ്പ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. So option C, isotope of parent is the answer. So the next question, during the negative beta decay, an anti-neutrino is also emitted along with the emitted electron. Then, so option തന്നിരിക്കുന്നത് only linear momentum will be conserved. Option B, total linear momentum and the total angular momentum, but the total energy will be conserved. Total linear momentum and the total energy but the total angular momentum will conserved. Option D, total linear momentum, total angular momentum and total energy will be conserved. So here the answer is option D ആണ്. Total linear momentum, total angular momentum and total energy will be conserved. So next question, an electron emitted in a beta radiation originates from. An electron emitted in a beta radiation originates from. ബീറ്റ റേഡിയേഷനിൽ ഇലക്ട്രോൺസ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻസ്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഇന്നർ ഓർബിറ്റ്സ് ഓഫ് ആറ്റം, ഫ്രീ ഇലക്ട്രോൺസ് എക്സിസ്റ്റിംഗ് ഇൻ ദ ന്യൂക്ലിയൈ, ഡീകേ ഓഫ് ദി ന്യൂട്രോൺ ഇൻ ദ ന്യൂക്ലിയൈ,
ഫോട്ടോൺ എസ്കേപ്പിംഗ് ഫ്രം ദി ന്യൂക്ലിയസ്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഡീകേ ഓഫ് ദി ന്യൂട്രോൺ ഇൻ എ ന്യൂക്ലിയർ. ന്യൂട്രോൺ ഡീകേ ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ ഇലക്ട്രോൺ എമിറ്റ് ബീറ്റ പാർട്ട് റേഡിയേഷനിൽ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഇലമെന്റ് എ ഡീക്കേസ് ഇൻ ടു ആൻ ഇലമെന്റ് സി by a two-step process. A gives B plus helium and B gives C plus 2 electron. Then നമുക്ക് രണ്ട് ഇലമെന്റ് തന്നിട്ടുണ്ട്, എയും അതുപോലെ എ ഡീകേ ചെയ്യുന്നത് സി ആയിട്ട് ഡീകേ ചെയ്യുന്നു. അത് 2 സ്റ്റെപ്പ് പ്രോസസ്സ് എടുത്തിട്ടാണ് അങ്ങനെ ഒരു ഡീകേ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ ബി പ്ലസ് ഹീലിയം എന്നുള്ളൊരു പ്രോസസ്സ് നടന്നതിന് ശേഷമാണ് ബി സി പ്ലസ് 2 ഇലക്ട്രോൺ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത്. സോ അറ്റ് ദി എൻഡ് എ എന്ന ഇലമെന്റ് സി ആയിട്ട് ഡീകേ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് 2 സ്റ്റെപ്പ് പ്രോസസ്സ് നടക്കുന്നു. എങ്കിൽ എ ആൻഡ് സി ആർ ഐസോട്ടോപ്പ്, എ ആൻഡ് സി ആർ ഐസോബാർസ്, ബി ആൻഡ് സി ആർ ഐസോട്ടോപ്പ്, എ ആൻഡ് ബി ആർ ഐസോബാർസ്. എങ്ങനെയുള്ളതായിരിക്കും ആ ഡീകേ ചെയ്ത എലമെന്റും അല്ലെങ്കിൽ പാരന്റും ഡോട്ടറും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ പ്രോസസ്സിൽ. സോ ഇവിടുത്തെ പ്രോസസ്സിൽ നമുക്ക് തന്നിട്ടുള്ളത് നമുക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ആൻസർ എ ആൻഡ് സി ആർ ഐസോട്ടോപ്സ്. ഐസോട്ടോപ്സ് എന്ന് പറയുമ്പം സെയിം ആറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പേഴ്സ്. സോ ഓപ്ഷൻ എ ആൻഡ് സി ആർ ദ ഐസോട്ടോപ്സ് എന്നുള്ള ആൻസറാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൈറ്റ് എനർജി എമിറ്റഡ് ബൈ ദ സ്റ്റാർ ഈസ് ഡ്യൂ ടു. ലൈറ്റ് എനർജി എമിറ്റഡ് ബൈ ദ സ്റ്റാർ. Light energy emitted by the star is due to ഓപ്ഷൻ തന്നിരിക്കുന്നത് ബ്രേക്കിംഗ് ഓഫ് ന്യൂക്ലിയൈ, ജോയിനിങ് ഓഫ് ന്യൂക്ലിയൈ, ബേണിംഗ് ഓഫ് ന്യൂക്ലിയൈ, ഡി റിഫ്ലക്ഷൻ ഓഫ് സോളാർ ലൈറ്റ്. ഏതാണ് ലൈറ്റ് എനർജി എമിറ്റഡ് ബൈ ദ സ്റ്റാർ ഏത്? സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ജോയിനിങ് ഓഫ് ന്യൂക്ലിയൈ ആണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ന്യൂക്ലിയർ റിയാക്ടർ ദർ ഈസ് എ കൺസർവേഷൻ ഓഫ് mass only, energy only, momentum only, mass, energy and momentum. So here option D is the answer. In nuclear reaction, mass, energy and momentum are conserved. Option D is the answer. Then coming to our last question, in nuclear reactors the control rods are made of options cadmium, graphite, krypton, plutonium. So here in nuclear reactors the control rods are made of cadmium. Option A, cadmium is the answer. So നമ്മുടെ 10 സീരീസ് ക്വസ്റ്റ്യൻസ് ന്യൂക്ലിയർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് 10 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഫിംഗർ പ്രിന്റ് സെർച്ചറിൻ്റെ സിലബസ് ഇതുവരെ PSC വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. സോ ഉടൻ തന്നെ PSC അത് അപ്ലോഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും യൂണിക്കോൺ എജു സീരീസ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.